കേരള രാഷ്ട്രീയത്തിൽ കനത്ത പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മുനമ്പം ഭൂമി പ്രശ്നത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശനും യു.ഡി.എഫ് സർക്കാരിനുമെതിരെ കടുത്ത രാഷ്ട്രീയ യുദ്ധപ്രഖ്യാപനം വന്നിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ 10 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന പ്രശ്നമെന്ന് വീരവാദം മുഴക്കിയ സതീശൻ അധികാര കസേരയിൽ എത്തിയതോടെ മലക്കം മറിഞ്ഞ് മുനമ്പത്തെ വഞ്ചിച്ചിരിക്കുകയാണെന്ന കടുത്ത ആരോപണമാണ് ഇപ്പോൾ ഉയർന്നത്. കേന്ദ്ര വഖഫ് ഭേദഗതിയുടെ പശ്ചാത്തലത്തിൽ മുനമ്പത്തെ 404.76 ഏക്കർ ഭൂമി വഖഫ് ബോർഡ് കേന്ദ്രത്തിന്റെ ഉമീദ് പോർട്ടലിൽ ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തതോടെ യു.ഡി.എഫിന്റെ കപട നാടകങ്ങളെല്ലാം പൂർണ്ണമായും വെളിച്ചത്തായിരിക്കുകയാണ്. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി നിലപാടുകൾ പണയം വെക്കുന്ന മുഖ്യമന്ത്രി വി.ഡി. സതീശനെയും യു.ഡി.എഫ് സഖ്യത്തെയും പൂർണ്ണമായി പ്രതിക്കൂട്ടിലാക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പ്രതിപക്ഷത്തിരുന്നപ്പോൾ മുനമ്പത്തെ പാവപ്പെട്ട ജനങ്ങളെ നോക്കി തങ്ങൾ അധികാരത്തിൽ വന്നാൽ 10 മിനിറ്റ് കൊണ്ട് പ്രശ്നം പരിഹരിക്കാമെന്ന് തട്ടിവിട്ട വി.ഡി. സതീശന്റെ യഥാർത്ഥ മുഖമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കേസ് ഹൈക്കോടതിയിലും വഖഫ് ട്രിബ്യൂണലിലും കിടക്കുമ്പോഴായിരുന്നു സതീശന്റെ ഈ തള്ളിമറിക്കൽ. എന്നാൽ ഇപ്പോൾ വഖഫ് ബോർഡ് മുനമ്പം ഭൂമി ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തതോടെ മുഖ്യമന്ത്രിക്ക് പറഞ്ഞത് തൊണ്ട തൊടാതെ വിഴുങ്ങേണ്ടി വന്നിട്ടുണ്ട്. കുറ്റമെല്ലാം വഖഫ് ബോർഡിന്റെ തലയിൽ വെച്ച് കൈ കഴുകി രക്ഷപ്പെടാനാണ് മുഖ്യമന്ത്രി ഇപ്പോൾ നോക്കുന്നത്. തങ്ങൾ നൽകിയ വാഗ്ദാനങ്ങളിൽ നിന്ന് ഓടി ഒളിക്കാനുള്ള സതീശന്റെ ഈ ഇരട്ടത്താപ്പിനെതിരെ INL സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ ഉൾപ്പെടെയുള്ളവർ ശക്തമായി രംഗത്ത് വന്നു കഴിഞ്ഞു. യു.ഡി.എഫ് സഖ്യം അധികാരത്തിലെത്തിയതിന് തൊട്ടു പിന്നാലെ കേരള വഖഫ് ബോർഡ് മുനമ്പം ഭൂമി ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാൻ കാണിച്ച അനാവശ്യ തിടുക്കം തന്നെ ദുരൂഹമാണ്. തങ്ങളുടെ യജമാനന്മാർ ആരാണെന്ന് വഖഫ് ബോർഡിന് കൃത്യമായി അറിയാമെന്നാണ് BJP നേതാവും MLA-യുമായ രാജീവ് ചന്ദ്രശേഖർ തുറന്നടിച്ചത്. ജമാഅത്തെ ഇസ്ലാമിയും SDPI-യും റിമോട്ട് കൺട്രോളിലൂടെ നിയന്ത്രിക്കുന്ന ഈ ദുർബലമായ കോൺഗ്രസ് സർക്കാരിന് സാധാരണക്കാരായ മലയാളി പൗരന്മാർക്ക് വേണ്ടി പോരാടാൻ ഒരു കാലത്തും കഴിയില്ല. വോട്ടിന് വേണ്ടി വർഗീയ ശക്തികളുടെ മുന്നിൽ മുട്ടിലെഴിയുന്ന യു.ഡി.എഫിന് മുനമ്പത്തെ ജനങ്ങളുടെ കണ്ണീര് കാണാൻ സമയമില്ല. മുനമ്പത്തേത് വെറും ഒരു ഭൂമി തർക്കം മാത്രമല്ല, മറിച്ച് എല്ലാ മലയാളികൾക്കുമൊപ്പം യഥാർത്ഥത്തിൽ നിൽക്കുന്നത് ആരാണെന്ന് തെളിയിക്കാനുള്ള പരീക്ഷണം കൂടിയാണ്. മുനമ്പത്തെ 1 ഇഞ്ച് ഭൂമി പോലും വിട്ടു നൽകാൻ അനുവദിക്കില്ലെന്നാണ് രാജീവ് ചന്ദ്രശേഖർ തുറന്നടിച്ചത്. കോൺഗ്രസ് യു.ഡി.എഫ് സഖ്യം അധികാരത്തിൽ എത്തിയതിന് തൊട്ടു പിന്നാലെ കേരള വഖഫ് ബോർഡ് മുനമ്പം ഭൂമി ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാൻ തിടുക്കം കൂട്ടി. തങ്ങളുടെ യജമാനന്മാർ ആരാണെന്ന് അവർക്ക് കൃത്യമായി അറിയാമെന്നും രാജീവ് ചന്ദ്രശേഖർ തന്റെ എക്സ്പോസ്റ്റിലൂടെയാണ് പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമിയും SDPI-യും റിമോട്ട് കൺട്രോളിലൂടെ നിയന്ത്രിക്കുന്ന ദുർബലമായ കോൺഗ്രസിന് എല്ലാ മലയാളി പൗരന്മാർക്കും വേണ്ടി പോരാടാനും കഴിയില്ല, അവർ അതിന് മുതിരുകയുമില്ല. എന്നാൽ BJP മുന്നണി മുനമ്പത്തെ 1 ഇഞ്ച് ഭൂമി പോലും വിട്ടു നൽകാൻ അനുവദിക്കില്ല എന്ന് ഉറപ്പു നൽകുന്നു. നരേന്ദ്രമോദി സർക്കാരിന്റെയും കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരുടെയും MP-മാരുടെയും MLA-മാരുടെയും ഒപ്പം 30 ലക്ഷം മലയാളി വോട്ടർമാരുടെയും അടിയുറച്ച പിന്തുണ ഇതിനുണ്ട്. മുനമ്പത്തേത് വെറും ഒരു ഭൂമി തർക്കം മാത്രമല്ല, എല്ലാ മലയാളികൾക്കുമൊപ്പം യഥാർത്ഥത്തിൽ നിൽക്കുന്നത് ആരാണെന്ന് തെളിയിക്കാനുള്ള ഒരു പരീക്ഷണം കൂടിയാണത്. തങ്ങളുടെ യഥാർത്ഥ മിത്രങ്ങൾ ആരാണെന്ന് മുനമ്പത്തെ ജനങ്ങൾക്ക് നന്നായി അറിയാമെന്നും രാജീവ് ചന്ദ്രശേഖർ തന്റെ പോസ്റ്റിലൂടെ പറയുന്നു. അധികാരത്തിൽ കയറാൻ വേണ്ടി ജനങ്ങൾക്ക് കപട വാഗ്ദാനങ്ങൾ നൽകുകയും കസേര കിട്ടിയപ്പോൾ വഖഫ് ബോർഡിന്റെ മറവിൽ ഒളിച്ചു കളിക്കുകയും ചെയ്യുന്ന വി.ഡി. സതീശന് മുനമ്പത്തെ ജനങ്ങൾ വരും ദിവസങ്ങളിൽ ശക്തമായ മറുപടി നൽകുക തന്നെ ചെയ്യും. തങ്ങളുടെ യഥാർത്ഥ മിത്രങ്ങൾ ആരാണെന്നും വഞ്ചകർ ആരാണെന്നും മുനമ്പത്തെ പാവങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു.